ഇപ്പോൾ മലപ്പുറം നഗരസഭയുടെ ചെയർപേഴ്സൺ റിൻഷയുണ്ട്. റിൻഷ മാം നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഇപ്പൊ ഞാൻ മിനിസ്റ്റർ ബന്ധപ്പെട്ടിരുന്നു. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ് എന്നാണ് പറഞ്ഞത്. കാര്യം ഈ മണ്ണെടുത്തതെല്ലാം അനധികൃതമായിട്ടാണെന്നാണ്. നഗരസഭ അറിഞ്ഞിട്ടാണോ? പെർമിഷൻ കൊടുത്തിരുന്നോ? ഇല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മിനിസ്റ്റർ ശ്രദ്ധയിൽ ഈ വിഷയം രാവിലെ തന്നെ അറിയിച്ചു. അദ്ദേഹം കളക്ടർക്ക് വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയല്ലേ ചെയ്യാം? അതെ, കളക്ടർക്ക് അടുത്ത് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നഗരസഭയൊക്കെ അറിയാതെ ഇത് എങ്ങനെ ചെയ്യുന്നു? ഇത് JCB കൊണ്ടുവന്ന് മണ്ണ് മാന്തുക. ഓക്കെ, ഫൈൻ. എന്തായാലും നടപടി എടുക്കാൻ തീരുമാനിച്ചു അല്ലേ? ഇത് എന്ത് പ്രോജക്റ്റ് ആയിരുന്നു റിൻഷ മാം? വിത്ത് പെർമിഷൻ അല്ല ഇത്. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവില്ല. ഓ, അത് ശരി. ഇങ്ങനൊരു സ്ഥാപനം അവിടെ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനൊരു മണ്ണെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു അപേക്ഷയും അവിടെ നൽകിയിട്ടില്ല. നമുക്ക് അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു പാണക്കാട് ഹെൽത്ത് സെന്ററിന് പാണക്കാട് തങ്ങൾ കുടുംബം തന്ന സ്ഥലമുണ്ട്. അതിനകത്ത് അവർ സൗജന്യമായിട്ട് തന്ന സ്ഥലത്ത് കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ആ സ്ഥലമല്ല ഇതല്ലേ? അത് പാണക്കാട് തങ്ങൾ സാഹിബ് കൊടുത്ത സർക്കാരിന് കൊടുത്ത ഫ്രീ സ്ഥലമല്ല, നൽകിയ സ്ഥലമല്ല ഇത്. ഓക്കെ, അത് എനിക്കൊന്ന് മിനിസ്റ്റർ അത് തെറ്റിദ്ധരിച്ചിരിക്കുക കേട്ടോ. മിനിസ്റ്റർ വിചാരിച്ചത് ആ സ്ഥലമാണെന്നാണ് കരുതിയിരിക്കുന്നത്. അല്ല, അതിന്റെ അടുത്തായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു പാർട്ടിക്ക് ഇത് സെയിൽ ചെയ്ത് പോയതാണ്. വേറെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓ, അത് ശരി. ഇത് വേറൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇത് നടന്നിരിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇത് അവിടെ ആ ഭാഗത്ത് മാത്രമാണ് മണ്ണ് ഇടിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നടപടി ഉണ്ടാവില്ലേ? അതെ, കളക്ടർ ഉടനടി വരും. ഇപ്പൊ തന്നെ അവിടെ വില്ലേജ് ഓഫീസർ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ വരുന്നുണ്ട്. നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആളപായം ഒന്നും ദൈവത്തിന്റെ സഹായം കൊണ്ട് ഇപ്പൊ ഇല്ല. പക്ഷേ ഈ മണ്ണ് ഇടിഞ്ഞു വീണാൽ, ആ റോഡ് ഇടിഞ്ഞാൽ അപകടമാണ്. അപ്പൊ അത് ബ്ലോക്ക് ആവുന്ന അതിന്റെ ഒരു ഗതാഗത തടസ്സമാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം. അതെ, ഇപ്പൊ നമുക്ക് സുരക്ഷിതമായിട്ട് അങ്ങോട്ട് വിടാനും പറ്റത്തില്ല. അതെ. ഓക്കെ മാം, എന്തായാലും അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രതിനിധി അവിടെയുണ്ട്. നമുക്ക് കൂടുതൽ പ്രതികരണം എടുക്കാം. താങ്ക് യു മാം. താങ്ക് യു. റിൻഷ മാം ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, നഗരസഭ അറിഞ്ഞിട്ടില്ല. മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു അത് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മിനിസ്റ്റർ വിചാരിച്ചത് അത് ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലത്ത് ആശുപത്രി പണിയുന്നതിന് മറ്റുമാണ്. അവിടെയും അല്ല മിനിസ്റ്റർ, ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം മൊത്തം സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു ചങ്ങാതി മണ്ണ് മാന്താൻ തുടങ്ങി. ആ മണ്ണ് മാന്തി ആ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞ് ഇങ്ങ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അത് ആ റോഡിലേക്ക് വീണിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പുഴയാണ്. ആ പുഴയിൽ നിറയെ വെള്ളമാണ് ഇപ്പോൾ. അതാണ് നമ്മൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതും. എന്തായാലും ഇപ്പോൾ അവിടെ കളക്ടർ എത്തുന്നുണ്ട്. നമുക്ക് അല്പസമയത്തുള്ളിൽ ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം.